മംഗലാപുരത്തുള്ള കുദ്രോളി ക്ഷേത്രത്തിനാണ് ഞങ്ങളുള്ളത് കേട്ടോ. കുദ്രോളി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഗോകർണനാഥേശ്വര ക്ഷേത്രം എന്നും പറയും. ഗോകർണനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ലേ? അതെ, നമ്മുടെ സാക്ഷാൽ പരമശിവൻ തന്നെ. ശ്രീനാരായണ ഗുരുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നടത്തിയത്. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. പരമശിവനെ ആരാധിച്ചിരുന്ന വില്ലവ സമുദായത്തിൽപ്പെട്ട കുറച്ചുപേര് ഗോകർണ ക്ഷേത്രം സന്ദർശിച്ചു. സത്യത്തിൽ ഇവർ ബ്രാഹ്മണരാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ക്ഷേത്രാധികാരികൾ അമ്പലത്തിലേക്ക് കയറ്റിയത്. പക്ഷേ അതിനുശേഷം ഇവർ അവർണരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ക്ഷേത്രാധികാരികൾ വില്ലവ സമുദായത്തിൽപ്പെട്ടവരെ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കി. അങ്ങനെ അപമാനഭാരം സഹിക്കവയ്യാതെ വില്ലവന്മാർ മംഗലാപുരത്ത് വന്നു. കൊരകപ്പ എന്ന വ്യവസായിയെ കാണുകയും അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. കൊരകപ്പ ജാതിഭേദമന്യേ ആർക്കും പ്രവേശിക്കാവുന്ന ഒരു ക്ഷേത്രത്തിനു വേണ്ടി ശ്രീനാരായണ ഗുരുവിനെ സമീപിച്ചു. അങ്ങനെയാണ് കുദ്രോളി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ശ്രീനാരായണ ഗുരു നിർവഹിക്കുന്നത്. ഉപദേവതകളെയും പ്രതിഷ്ഠിച്ചു. ഭക്തർ ആരായാലും അവരുടെ ഇഷ്ടമൂർത്തിയും ഇവിടെ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഹാശിവരാത്രി, കൃഷ്ണ ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി, നാഗര പഞ്ചമി, ദീപാവലി, നവരാത്രി, ശ്രീനാരായണ ഗുരുജയന്തി തുടങ്ങിയവയൊക്കെയാണ്. അകറ്റി നിർത്തപ്പെട്ട വിധവകളെ പൂജാരിണികളാക്കി കുദ്രോളി ക്ഷേത്രം മാതൃകയായി. గరి గమ పద పద పమం మమ్మ పద పమ పద పమ పద నీ ద పమ పద ని ద ని ని ద ద ని ద పమ గమ పద ప ప నిన్ని ద ని ద ని ని ద ద పమ ప ని ద ని ని ద ద పమ పద ని ని ద ని ని పద ని ని మమ ని ద ద ని ద ద ని ద ని ని ద ద పమ పద ని